ഹായ്, ഞാനിപ്പോൾ വാങ്ങിയ തക്കാളിയാണിത്. ഇത്രയും തക്കാളി ഇപ്പോൾ വാങ്ങി. അതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇട്ടു. തക്കാളി എങ്ങനെ വെക്കണം എന്നതിനെപ്പറ്റി, കേടുകൂടാതെ എങ്ങനെ വെക്കാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. തക്കാളി ഇപ്പോൾ വാങ്ങിയതാട്ടോ. തക്കാളിയല്ല, വേറെ സാധനങ്ങളൊക്കെ, പച്ചക്കറിയൊക്കെ, വണ്ടിയൊക്കെ ഞങ്ങളുടെ ഇവിടെ വരും. അപ്പം ഈ വീടിൻ്റെ മുൻവശത്ത് തന്നെ വണ്ടിയിൽ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. ഇപ്പം ഗൂഗിൾ പേ വന്നതിന് ശേഷം നല്ല സുഖമാണ്. കാശും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പൈസ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഗൂഗിൾ പേ ആയതുകൊണ്ട് ഫോണും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാൻ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം എല്ലാവരുടെ അടുത്തും, പച്ചക്കറിക്കാരുടെ അടുത്തും മറ്റെല്ലാ കച്ചവടക്കാരുടെ അടുത്തും, എന്തിന് വേസ്റ്റ് കച്ചറ നമ്മൾ കൊടുക്കുന്ന പ്ലാസ്റ്റിക്കുകൾ കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തും, മീൻ വാങ്ങുന്നവരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ഇപ്പം ഗൂഗിൾ പേ വന്നു കഴിഞ്ഞു. അതുകൊണ്ടിപ്പോൾ നമ്മൾ ഫോൺ എടുത്ത് ചെല്ലുക, ഒരു സഞ്ചിയോ കാര്യമോ എന്തെങ്കിലും അവർ തരും, അതിലങ്ങ് വാങ്ങി വരിക എന്ന് മാത്രമേ ഉള്ളൂ. ചെന്ന് ആദ്യമൊക്കെ ഗൂഗിൾ പേ വന്ന ആദ്യകാലത്തൊക്കെ ചോദിക്കുമായിരുന്നു ഗൂഗിൾ പേ ഉണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. ക്യാഷ് കൊണ്ട് നടക്കുക എന്നുള്ള പരിപാടിയേ വേണ്ട. പിന്നെ വീടിൻ്റെ മുമ്പിൽ വണ്ടിയിലൊക്കെ വരുന്നതായതുകൊണ്ട് നമുക്ക് ദൂരെ പോയിട്ട് വാങ്ങേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ ഈ തക്കാളി ഇത് കിലോന് 20 രൂപ എന്ന് പറഞ്ഞാൽ നല്ല തക്കാളിയല്ലേ? എങ്ങനെയുണ്ട് തക്കാളി? നല്ല തക്കാളിയല്ലേ? അതിപ്പോൾ വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളോടൊന്ന് പറയാം, ഗൂഗിൾ പേനെ പറ്റി, ഗൂഗിൾ പേ നല്ലതാണ് എന്നുള്ളതിനെ പറ്റിയൊരു അഭിപ്രായം പറയാമെന്ന് വിചാരിച്ച് ഒരു ചെറിയ വീഡിയോ എടുത്തു എന്ന് മാത്രം. സന്ധ്യയാണ് സമയം, ഓരോരോ ജോലികളാണ്. ഇവിടെ പൂനെയിൽ ഗണേശോത്സവം തുടങ്ങി. പൂനെയിലത്തെ ഗണേശോത്സവം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ആഘോഷമാണ്. പിന്നെ തിരക്കും, പിന്നെ ഒച്ചയും ബഹളവും പാട്ടും, എല്ലാ തെരുവുകളെല്ലാം ഉണർന്ന്, വീടുകളെല്ലാം ഉണർന്ന്, ആകെ നല്ല ഉത്സവ ലഹരിയിൽ ഈ ഒരു 10 ദിവസം. അത് കാണാൻ വേണ്ടി ഞങ്ങൾക്ക് സന്ധ്യ കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്, ലൈറ്റിങ്ങൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടി പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ പോകാൻ നോക്കട്ടെ. ഓക്കെ, ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു. ഉപ്പ് ഇവിടെയുണ്ട്. ഓക്കെ.